നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ 2-3 കുട്ടികളെന്നെ വിളിച്ചു, ശുഭചേച്ചി കരിവാളിപ്പ് മാറാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ചേച്ചി, ഞങ്ങൾക്ക് ഇങ്ങനെ പുറകോട്ടൊന്നും നോക്കാനായിട്ട് ടൈമില്ല ചേച്ചി, ഒന്നും പറഞ്ഞതാ ചേച്ചി, ഏറ്റവും നല്ലത് പറഞ്ഞതാ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടിൽ നിന്നും നമ്മുടെ കരിവാളിപ്പിനെ, അതായത് ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ കടലമാവിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കടലമാവ് ടാൻ മാറാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കടലമാവ് പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ കടലമാവിൻ്റെ ഒപ്പം ഞാൻ എടുക്കുന്ന സാധനം തൈരാണ്. രണ്ടാമത്തെ തൈര്, മൂന്നാമത്തെ ടൊമാറ്റോ, നാലാമത്തെ പൊട്ടറ്റോ. ഈ 4 സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ടാൻ, അതായത് ടാൻ മാറും, കരിവാളിപ്പ് മാറും, നല്ല കളർ വരും, നമുക്ക് എന്ന് വിടാൻ പറ്റാം. അത് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലോ, നമ്മൾ ഏത് പായ്ക്കിട്ടാലും ഒരു 5 മണിക്ക് ശേഷം ഇടുവാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം, ഇപ്പോൾ രാവിലെ ഒന്ന് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം. പക്ഷേ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്ത് പോകണം. അഥവാ ഈ പകലൊക്കെ ആണ് ഈ നമ്മൾ ഫേസ് പാക്കുകൾ ഇടുന്നെങ്കിൽ ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തോണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ദോഷം മാറത്തുള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിലേക്ക് ഈ വെയിൽ കൂടുതൽ വെളിയിലുള്ള ടൈമിൽ നമ്മൾ മുഖത്തേക്കൊക്കെ, ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ത്രെഡ് ചെയ്യാൻ ഒരു പാർലറിൽ പോവുക, നമ്മൾ ഈ നട്ടുച്ച വെയിലത്ത് പാർലറിലേക്ക് കയറി ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് ചെയ്യുമ്പോൾ വേദന കൂടുതലായിരിക്കും. അതെന്തെന്നറിയുമോ, നമ്മൾക്ക് വെയിലാണേലും മഴയാണേലും എല്ലാം നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പറയും, എന്നും ത്രെഡ് ചെയ്യുമ്പോൾ വേദന അറിയാത്ത ഒരാളാണെങ്കിൽ അന്ന് ത്രെഡ് ചെയ്യുമ്പോൾ പറയും ചേച്ചി ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്നങ്ങ് എന്താ പറയുന്നത്, വെയിൽ കൊണ്ട് സ്കിന്ന് അങ്ങ് വല്ലാണ്ടായിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പറിച്ച് നമ്മുടെ ഹെയർ എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വേദന അറിയും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പായ്ക്കിട്ടാലും വീട്ടിലിരുന്ന് ഒരു ഫേഷ്യൽ ചെയ്താലും ഒക്കെ നമ്മൾ വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഓയിൽ തേക്കേണ്ടത് എപ്പോഴാണെന്ന് എനിക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ തേക്കുന്നത്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ എൻ്റെ ഫേസിൽ ഓയിൽ തേക്കും. എന്നിട്ട് പിന്നെ മോള് പോകുന്ന ഒരു ടൈം കഴിഞ്ഞാണ് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ അത്രയും നേരം ഓയിൽ എൻ്റെ മുഖത്തിരിക്കും കേട്ടോ. അരമുക്കാലല്ല, ചിലപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഒന്ന് പത്രമോ എല്ലാം ഒന്ന് എടുത്ത് വായിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എൻ്റെ ഓയിൽ എൻ്റെ ഫേസിലിരിക്കാറുണ്ട്. അത് നമുക്ക് കൂടുതൽ ഗുണത്തെ തരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവോ എന്ന് ചിലർ ചോദിക്കും. രാത്രി ഇട്ടുകൊണ്ട് കിടക്കണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് മണിക്കൂർ നമ്മുടെ സ്കിന്നിലോട്ട് ഇരിക്കുമല്ലേ, അപ്പോൾ കുരു വരാനോ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ കൂടുതൽ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ കുറേ അമ്മമാർ പറയുന്നുണ്ട് ശുഭയുടെ ഓയിലിൻ്റെ മണം അടിക്കാതെ കിടക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല, അത് ഇട്ടുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് കുരു വരുന്നില്ല, ഒന്നും അങ്ങനെ ചൂടുകുരു ഒന്നും വരുന്നില്ല, അതുകൊണ്ട് അവർക്ക് പ്രശ്നവുമില്ല. ഞാൻ ഇട്ടുകൊണ്ട് കിടക്കാറില്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്ന അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഒരു ബൗൾ എടുക്കുക, 1 സ്പൂൺ കടലമാവിടുക, അതിനകത്തോട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അരയ്ക്കുക. ഒരു സ്വല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുത്താൽ അരയത്തുമില്ല, അതൊരുമാതിരി വല്ലാണ്ട് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുവാണെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞും കിട്ടും, നമുക്ക് നമ്മുടെ ഫേസിലേക്ക് നല്ലതായിട്ട് അതിൻ്റെ കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഈ പൊട്ടറ്റോ അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ തെളിവെള്ളം വരും. ആ തെളിവെള്ളം നമ്മുടെ ഫേസ് ചുമ്മാ തേക്കാനാണേലും നല്ലതാകട്ടോ. അതൊന്ന് മാറ്റി അവിടെ വെച്ചേക്ക്, കളയണ്ട. പിന്നെ അടിയിൽ അതിൻ്റെ 100 അടിയും
ആ 100 നമുക്കിവിടെ ആവശ്യം. ആ 100 എടുത്ത് നമ്മുടെ ഈ ബൗളിലേക്ക്, കടലമാവിരിക്കുന്ന ഈ ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു പഴുത്ത തക്കാളി എടുക്കുക. തക്കാളിയുടെ ഗുണങ്ങൾ, തൈരിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞ് ബോറാക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു തക്കാളി നന്നായിട്ട് ഈ അരച്ച, അതായത് പൊട്ടറ്റോ ഉരുളൻകിഴങ്ങ് അരച്ച ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഒരു തക്കാളിയും കൂടെ ഒന്ന് ഉടച്ച് ഇങ്ങനെ ആക്കി ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയായി? 3 കൂട്ടമായി. കടലമാവ്, തക്കാളി, ഉരുളൻകിഴങ്ങ്, ഇത് 3 കൂടെ ഇവിടെ ഇരിക്കട്ടെ. അതിനകത്തേക്ക് നല്ല പുളിക്കാത്ത കട്ട തൈര്, ഒരുപാട് പുളിച്ചു പോയ തൈര് വേണ്ട, പുളിക്കാത്ത കട്ട തൈര് 1 സ്പൂൺ ഒഴിച്ച് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫേസിലേക്ക് ഇടാൻ പറ്റിയ കൺസിസ്റ്റൻസി ആണെങ്കിൽ തൈരിനി ഒഴിക്കണ്ട. അഥവാ ഇനി നന്നായിട്ട് ഒരു നോർമൽ പരുവം ആയില്ല, നമ്മുടെ മുഖത്തിടാനുള്ളൊരു നോർമൽ പരുവം ആയില്ല എങ്കിൽ 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുഖത്തേക്ക് വാരി തേക്കുക. മുഖത്ത് നല്ല ഫുള്ള് തേക്കുക. നെറ്റിയേൽ, നമ്മുടെ കഴുത്തേൽ, നമ്മുടെ ഫുള്ള് കഴുത്തേൽ, ബാക്കിയുള്ളത് ഇടി വരുന്നു കേട്ടോ, മഴയുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് നമ്മുടെ കയ്യിലും എല്ലാം തേച്ച് കൊടുക്കുക. മുഖത്ത് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖത്ത് ഒരു 5 മിനിറ്റ് നേരം മസാജ് കൊടുക്കുക. എന്നിട്ടത് അവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ നിങ്ങളുടെ ഫേസിലിരിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കളഞ്ഞ് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾ ഞെട്ടിപ്പോവും. എൻ്റെ ഫേസ് തന്നെയാണോ ഇത് എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. ഞാൻ തേച്ചിട്ടുള്ളതാണ് എൻ്റെ മുഖത്ത്. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പും ഇതിൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും ചോദിച്ചവർക്കും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നല്ല മാറ്റം നമ്മുടെ മുഖത്ത്, നല്ല മാറ്റം, നല്ല 100% ഇതിന് മാറ്റം വരും കേട്ടോ. നല്ല മാറ്റം വരും. നമുക്ക് ഒന്നരാടൻ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഭയങ്കര വെയിലത്ത് പോയിട്ട് വന്നിട്ടൊക്കെ നമുക്ക് ഇത് 4ഉം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിച്ചം വരുന്നത് നല്ലൊരു എയർ ടൈറ്റായ നല്ലൊരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ, നല്ല അടപ്പ് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ താഴെ, ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ തണുപ്പ് കൂട്ടി മുഖത്ത് ഇട്ട് കൊടുക്കാം. കഴുത്തേലും കഴുത്തിൻ്റെ ബാക്കിലും നമ്മുടെ മുഖത്തും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ഒരു മാറ്റം ഫേസിൽ വരും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോയുടെ നിർദ്ദേശങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട്, ഇതൊക്കെ കമൻ്റായിട്ടൊന്ന് ഇടണം കേട്ടോ. എനിക്ക് വാട്സപ്പിലല്ല കമൻ്റ് ഇടേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓയിൽ തേച്ചിട്ട് ഓയിലിൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പറയുന്ന ഓരോ ടിപ്പിൻ്റെയും ഒരുപാട് ടിപ്സ് ഞാൻ പറയാറുണ്ടല്ലോ, അതിൻ്റെ നിങ്ങൾക്ക് വന്ന മാറ്റം എന്താണ്, നിങ്ങളത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻ്റ് ഇടാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ ഇതിലെ നമ്മുടെ ഈ റോഡിൽ കൂടെ പാറപ്പാടത്തമ്മയുടെ എന്ത് രസമായിരുന്നു അറിയാമോ, നല്ല രസമായിരുന്നു. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ ഒരു ഉത്സവം കാണത്തില്ല, പക്ഷെ ഞാൻ ഫുള്ള് അവിടെ നടന്ന ആ പാട്ടുകളെല്ലാം ഇട്ട് ഞാൻ രാവിലെ വീഡിയോ ഇട്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ കോപ്പറേറ്റ് വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചിട്ട് എന്നെ കാണാൻ എന്നെ ഒരു രസമില്ലല്ലോ, എനിക്കും കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്തത് തോന്നി. പക്ഷേ അതെല്ലാം ആ തിരുവാതിര, ആ മെഗാ തിരുവാതിര എന്നൊക്കെ പറയില്ല, അതുപോലെ ആ സ്റ്റെപ്പ്, അതായത് സാധാ തിരുവാതിരയുടെ അല്ലാതെ ചാടിത്തുള്ളി കളിക്കുന്ന തിരുവാതിര, അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ പരുന്താട്ടത്തിൻ്റെ പാട്ട് എന്ത് രസമായിരുന്നറിയോ. പക്ഷേ അതൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് ചുമ്മാ കണ്ട് നോക്ക്, നല്ല രസമുണ്ട്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഗീതം, അതായത് പാട്ടൊന്നുമില്ല, എല്ലാം സിനിമാ ഗാനങ്ങളായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു പായ്ക്ക് സൂപ്പർ പായ്ക്കാണ്. കരിവാളിപ്പ് മാറി മുഖത്തിന് നല്ല കളർ വരാനായിട്ടുള്ളൊരു പായ്ക്കാണ്. ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. കാരണം എന്തെന്നറിയുമോ, ഈ കടലമാവിൻ്റെ കൂടെ നമ്മൾ തൈരിട്ടാണ് മിക്സ് ചെയ്യുന്നത് കടലമാവ് ഒരിക്കലും പച്ചവെള്ളത്തിൽ ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ മുഖത്തിടരുത്.
കടലമാവ്, മുൾട്ടാണി മിട്ടി ഇതൊന്നും നോർമൽ വാട്ടറിനകത്ത് ഇട്ട് നമ്മുടെ മുഖത്തിടരുത്. എപ്പോഴും ട്രൈ ടു നോർമൽ സ്കിന്നുകാർ തൈരിനകത്തോ പാലിനകത്തോ ഒക്കെ ഇടാവൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് എന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യണം പ്ലീസ്. എനിക്ക് ഒരു 100K ആകാനായിട്ട് എത്ര നാളായി, നമുക്ക് എത്രയോ പെട്ടെന്ന് തന്നെ 100K ആയേനെ. ആ ഒരു തൈരിൻ്റെ വീഡിയോ മതിയല്ലോ, 1M ആവാറായി. എനിക്ക് അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് സബ് ചെയ്തെങ്കിൽ അതെന്തു പേര് കണ്ടവരെല്ലാവർക്കും അത് വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്നും പറയുന്നുണ്ട്. അത് മുഖത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടിയെന്നും പറയുന്നുണ്ട്. ഒരു സബ് തരുന്നില്ലല്ലോ ആരും. അപ്പം എല്ലാവരും എന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോയാണ് ഇടുന്നത് അല്ലേ? ഞാൻ തരുന്ന ഓയിൽ നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടോ? ഇല്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് രാത്രി ഇതേ മഴ വരുന്നു. ഈ തേങ്ങാവെന്ത വിളിച്ചുണ്ടെങ്കിൽ ഭയങ്കര വിലയായി കേട്ടോ. ചിലപ്പോൾ ഞാനൊരു 50 രൂപ കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെയും എങ്ങനെയാ കുറയോ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുക. ഭയങ്കരമായിട്ട് ഇന്നത്തെ വില എന്നെ ഞെട്ടിച്ച വിലയായിപ്പോയി കേട്ടോ. അപ്പം അത്രയും വിലയ്ക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ചേർത്ത് കാര്യം 100 മില്ലിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പക്ഷേ എന്നാലും ഇത്രയും വില, ഭയങ്കര വില. ഇനിയും വില കുതിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഓരോ മാസവും വെയിറ്റ് ചെയ്യുവാണ് വില കുറയുമെന്ന് ഓർത്തുകൊണ്ട് കേട്ടോ. ചിലപ്പോൾ ഏപ്രിൽ മാസം മുതൽ മെയ് മാസം മുതൽ, ഈ മാസം കൂടി ഇങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ ഞാൻ നമുക്കിനി ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു 3-4 നിർത്ത് ഓയിലും കൂടെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പം ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് ഞാനൊരു 50 രൂപയും കൂടെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തേങ്ങാവെന്ത വെളിച്ചെണ്ണയുടെ വില അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.